ഹരേ കൃഷ്ണ. നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ജീവിതത്തിൽ വിട്ടുമാറാത്ത കടബാധകളുണ്ടോ? അല്ലെങ്കിൽ എത്ര പരിശ്രമിച്ചിട്ടും വിവാഹ തടസ്സമോ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എങ്കിൽ പഴയ തലമുറ രഹസ്യമായി വച്ചിരുന്ന ശാസ്ത്രീയമായും ആത്മീയമായും ഏറെ പ്രാധാന്യമുള്ള ഒരു വിദ്യയുണ്ട്. ഇത് ആരോടും പറയരുത്. നിങ്ങളുടെ വീടിൻ്റെ ഈ പ്രത്യേക കോണിൽ ഒരു ആലിലയും ഒരു ചെമ്പു നാണയവും വെച്ച് നോക്കൂ. മാറ്റം നിങ്ങളെ അത്ഭുതപ്പെടുത്തും. ഇത് വെറും വിശ്വാസമല്ല, പ്രപഞ്ചത്തിലെ പോസിറ്റീവ് എനർജിയെ നിങ്ങളുടെ വീട്ടിലേക്ക് ആകർഷിക്കാനുള്ള വഴിയാണ്. നമ്മുടെ പൂർവികർ വീട് നിർമ്മിക്കുമ്പോഴും പൂജകൾ ചെയ്യുമ്പോഴും ചില നിഗൂഢമായ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. ഇന്ന് നമ്മളത് മറന്നുപോയി. എന്തുകൊണ്ടാണ് ചില വീടുകളിൽ മാത്രം എപ്പോഴും ഐശ്വര്യം നിറഞ്ഞു നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് ചിലർക്ക് മാത്രം ഭാഗ്യം തേടിയെത്തുന്നത്? ഇതിനു പിന്നിൽ ഊർജതന്ത്രം എന്നൊരു സംഗതിയുണ്ട്. വിശ്വസിക്കുന്നവർക്ക് മാത്രം ഫലം നൽകുന്ന ഈ വിദ്യ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായി പറഞ്ഞു തരാം. ജീവിതത്തിൽ വലിയൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഇഷ്ടദേവനെയോ ദേവതയോ സ്മരിച്ചുകൊണ്ട് അവരുടെ നാമം എഴുതിയിട്ടാലും. ഈ വിദ്യ ചെയ്യാൻ നമുക്ക് വേണ്ടത് കേടുപാടില്ലാത്ത ഒരു ആലിലയും പഴയതോ പുതിയതോ ആയ ഒരു ചെമ്പ് നാണയവുമാണ്. ആൽമരം സാക്ഷാൽ ത്രിമൂർത്തി സാന്നിധ്യം കുടികൊള്ളുന്ന ഒന്നാണെന്ന് നമുക്കറിയാം. ചെമ്പ് എന്നത് സൂര്യൻ്റെ ലോഹമാണ്. ഇത് രണ്ടും ചേരുമ്പോൾ അവിടെ ഒരു പോസിറ്റീവ് എനർജി ഫീൽഡ് ചെയ്യപ്പെടുന്നു. ഇത് ചെയ്യേണ്ടത് ഒരു ശനിയാഴ്ചയോ വ്യാഴാഴ്ചയോ പുലർച്ചെയാണ്. കുളിച്ച് ശുദ്ധിയായി ഒട്ടും പാടാത്ത ഒരു ആലിലെടുക്കുക. അതിൽ അല്പം ചന്ദനം പുരട്ടി ചെമ്പു നാണയം നടുവിൽ വെച്ച് ഒരു മഞ്ഞപ്പട്ടിലോ നൂലിലോ കെട്ടുക. ഇത് വീടിൻ്റെ കന്നിമൂലയിലോ അല്ലെങ്കിൽ പ്രധാന വാതിലിൻ്റെ മുകൾ ഭാഗത്തോ ആരും കാണാതെ വെക്കുക. പണ്ടുകാലത്തെ തറവാടുകളിൽ പത്തായത്തിനടിയിലും മറ്റും ഇത്തരം വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നു. ഇത് ഐശ്വര്യത്തെ പിടിച്ചു നിർത്തുമെന്നാണ് വിശ്വാസം. പണം വരുന്ന വഴിയിലെ തടസ്സങ്ങൾ മാറാനും വീട്ടിലെ നെഗറ്റീവ് എനർജിയെ പുറന്തള്ളാനും ഈ ആലില വിദ്യ സഹായിക്കും. പ്രിയപ്പെട്ടവരെ, വിശ്വാസമാണ് എല്ലാം. നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ മനസ്സിൽ പൂർണ്ണമായും ഉറച്ച വിശ്വാസം ഉണ്ടായിരിക്കണം. എൻ്റെ തടസ്സങ്ങൾ മാറുന്നുവെന്ന ചിന്തയോടെ വേണം ഇത് ചെയ്യാൻ. പലരും ഇത് പരീക്ഷിച്ച് ജീവിതത്തിൽ വിജയം കണ്ടിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മൾ കർമ്മം ചെയ്യാതെ ഫലം ലഭിക്കില്ല എന്ന് ഓർക്കുക. അതുപോലെ ഈശ്വരവിശ്വാസവും നാമജപവും ഒക്കെ വളരെ പ്രധാനമാണ്. ഈ അനുഷ്ഠാനം നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കാനും പോസിറ്റീവ് ചിന്തകൾ നൽകാനുമാണ്. ഇത് പാരമ്പര്യമായി കൈമാറി വന്ന വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉള്ളതാണ്. ശാസ്ത്രീയമായ തെളിവുകളേക്കാൾ ഉപരി വിശ്വാസത്തിനാണ് പ്രാധാന്യം. നിങ്ങളിത് പരീക്ഷിച്ചു നോക്കൂ. ഇതിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് വിശ്വസിക്കൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ വീണ്ടും ഒരു വിഷയവുമായി കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം.